ഒരു പാക്കറ്റ് വിൽസ് 100 രൂപ കഴിഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ? എത്രയായി? 20. അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. അയ്യോ, ബസാറിന്റെ 100 രൂപ കൊണ്ടുപോയി. സിഗരറ്റിന്റെ കാശാരാ മുങ്ങാൻ നോക്കുന്നു. ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി പോയി. 20 രൂപയ്ക്ക് വരം ബസാറിന് ഞാൻ 100 രൂപ കൊടുത്തുപോയി. ഇത് ഇവനെ പോലുള്ള സ്ഥിര പരിപാടിയാ. മര്യാദക്ക് കാശ് കൊടുത്തിട്ട് കൂടാ. അങ്ങനെ പറയരുത് ചേട്ടാ, ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനാണ്. എന്റെ പൊന്നു ചേട്ടനല്ലേ. എനിക്ക് ശ്ലോകം അറിയാം. ഓം സത്സവതൂർപരിണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ യോ. നിന്നെ കണ്ടിട്ട് കള്ള ലക്ഷണം ഉണ്ടല്ലോ. അതെന്റെ കുറ്റല്ല, എന്റെ അച്ഛന്റെ കുറ്റ. ചേട്ടൊരു പണിയെ ഈ വിൽസ് തിരിച്ചെടുത്തോ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. പള്ളി എവിടെയാ? കാശിടാ. ഇതെടുക്കരുത്. ആകപ്പാട് കൂടി കല്ലൂർക്കാരന്റെ വീട്ടിൽ പോകാനുള്ളതാ. കല്ലൂർക്കാരന്റെ വീടോ? അതെ, ഞാൻ കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാ. കല്ലൂർക്കാരന്റെ ആരാ? കല്ലൂർക്കാരന്റെ വകയിലൊരു റിലേറ്റീവ്സാ. അനീന സ്വന്തം ബ്രദർ. ഇവന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. കല്ലൂർക്കാരനോട് കാര്യം പറയരുത്. കല്ലൂർക്കാടിന് ഈ നാട്ടിൽ ഇത്രയും വിലയോ? കുടിക്കാൻ എന്താ വേണ്ടത്? പെപ്സിയോ കൊക്കോ കോളയോ? വേല മനസ്സിലിരിക്കട്ടെ ചേട്ടാ, എന്നിട്ട് അതിന്റെയും കൂടി പൈസ എന്റെ വാങ്ങിക്കാനല്ലേ ഞാൻ കുടിക്കണ കഞ്ഞിയില്ല. എന്തിന് കല്ലിട്ടുള്ളക്കണ് ചേട്ടാ? ഇതെന്താ ജറ്റർ പൈസോ? പറന്ന് മോളി പോലോ. ഒന്ന് സ്ലോലി പോ. എന്തിനാ സ്ലോയിൽ പോണത്? അല്ല, വണ്ടിക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മീറ്ററിന് സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. 20 രൂപ പറയണട്ടോ. കാശില്ലല്ലേ? എങ്ങനെ മനസ്സിലായി? എങ്ങോട്ടാ പോകേണ്ടത്? കല്ലൂർക്കാരന്റെ വീട്ടിലേക്ക്. കല്ലൂർക്കാരനെ അറിയോ? കല്ലൂർക്കാരൻ്റെ ആരാ? വകയിലൊരു ബന്ധുവാ. വേണമെങ്കിൽ അനീനാന്ന് പറയാം. അയ്യോ, ഇയാളെവിടെ ഓട്ടർഷീറ്റ് മോളി പോയോ? ഓട്ടേട്ടാ, ചേട്ടാ. ഈശ്വര, ഇത് എന്തൊരു നാട്! വഴി വെച്ച വണ്ടിയിട്ട് ഓടണം തെണ്ടികളോ. ഹായ് അപ്പൂപ്പൻ്റെ അടി. നല്ല രസം. മാഷേ, ഞാൻ ഈ കല്ലൂർക്കാരന്റെ അനീന. കല്ലൂർക്കാരന്റെ വീട് ഏതാ? എന്തോ? ഞാൻ ഈ കല്ലൂർക്കാരന്റെ സ്വന്തം അനീന. കല്ലൂർക്കാരന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാന്ന്? സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ പാടില്ല തെണ്ടി. ഇയാളോട് ചോദിച്ച ഞാനാണ് തെണ്ടി. ഒരു ലാർജ്. എന്തിനാ സാറേ ആളെ കളിയാക്കണത്? ചേട്ടന്മാർക്ക് ഇത് പതിവുള്ളതാ. കുടിക്കണില്ലേ? പിന്നെ സാധാരണ കല്ലൂർക്കാടന്മാർ വന്ന ഒരു 3-4 സോഡാ കുപ്പിയെങ്കിലും പൊട്ടിക്കാറുണ്ട്. സാർ അങ്ങനെ അല്ലല്ലോ. അപ്പൊ ഞാനൊരു 3-4 ബീർ കുപ്പിയെങ്കിലും പൊട്ടിക്കണം. കല്ലൂർക്കാരന്മാരായിട്ട് വെല്ലുവിളിക്കാനുള്ള കല്ലൂർക്കാരന്മാരായിട്ട് വെല്ലുവിളിക്കാൻ ആരാണുള്ള? ഞാൻ ആരാണെന്ന് മക്കളെ. ഞാനാണ് കല്ലൂർക്കാരൻ 5ാമത്തെ അനിയൻ. പേര് സത്യ. കുത്തി മലർത്തി ഞാൻ. ചങ്കുറ്റളമാരെ വാ. ആർക്കാണ് സംശയം? ഒരു ഫുള്ളും കൂടെ എടുക്കണ. ഞാൻ ഇനിയും വരും. ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ കല്ലൂർക്കാടന്മാർക്ക് എന്റെ 1000 നന്ദി. മുതലാളി പറഞ്ഞതുപോലെ ചന്ദ്രാപ്പിന് സണ്ണിച്ചന്റെ ഒരു കാല് കൈ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. സണ്ണിച്ചന്റെ നിലവിളി ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കല്ലൂർക്കാടന്മാർ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അതറിഞ്ഞുകൊണ്ടല്ലേ ഞാനും ഏൽപ്പിച്ചത്. പോയിട്ട് കാര്യമുണ്ടെന്ന് ഇഷ്ടാ. അപ്പളേ
ആ കാശാ കിട്ടിക്കൊള്ളായിരുന്നു. ഏത് കാശ്? ഏത് കാശെന്നോ മുതലാളി? കല്ലൂക്കാളമാട് വേഷം കെട്ടുവേട്ടോ. തല പിടിച്ചിടിച്ചാ മതിലിട്ട് പഠിച്ചെടുക്കും. ചൂടാകാതെ കല്ലൂർക്കാടാ. ഇന്നലെ അനിയൻ വന്ന് കാശ് മേടിച്ചോണ്ട് പോയി. അനിയനാ? ഏതനിയൻ? അഞ്ചാമത്തെ അനിയൻ. അഞ്ചാമത്തെ അനിയനോ? ആ മനസ്സിലായി മനസ്സിലായി, നമ്മുടെ അഞ്ചാമത്തെ അനിയൻ. എടോ മുതലാളി, അവനോട് ഞാൻ ചോദിക്കും, ഇനി അവനല്ല കാശാ വാങ്ങിച്ചു വെച്ചാ കൂട്ടിന് പീര ഇടുന്ന പോലെ നല്ല അസൽ ഇടിയാ ഞാൻ ഇടിക്കും. മനസ്സിലായോ? വന്നേ. അഞ്ചാമത്തെ ഞാനല്ല കാശ് വാങ്ങിച്ചത്. ഞാനല്ല കാശ് വാങ്ങിച്ചെടുത്തത് പറഞ്ഞില്ലേ? ബാല, ഇവന്റെ നാക്ക് മുറിച്ചെടുക്കടാ. ഇനി ഈ നാക്ക് ഇവന് വേണ്ട. നാവരക്കടാ, ശാവി ഇങ്ങോട്ട്. നിക്ക്. ഹലോ, കല്ലൂർക്കാരൻ വർക്കി സ്പീക്കിംഗ്. അനിയൻ വന്ന് 5000 രൂപ വാങ്ങിട്ട് കണ്ട ഇപ്പൊ വിശ്വാസമായില്ലേ? ഞാനില്ലാന്ന് പറഞ്ഞ് ഫോൺ വന്ന് കണ്ടില്ലേ? ബാല, 10,000 + 5,000 15,000 രൂപയും വാങ്ങിയിട്ടുണ്ട്. കല്ലൂർക്കാടാ എന്താണോ പറയണോ? അനിയൻ എന്റെ കാര്യം പറഞ്ഞില്ലേ? 10,000 രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. വർക്കിച്ചേട്ടാ, 15,000 + 10,000 25,000. അയ്യോ എന്താ പ്രശ്നം? ഇവിടെ തന്റെ കാശ് മേടിച്ച ഇവനാണോ? അത് ഇയാളല്ല, മറ്റേയാളാ. മറ്റവനാ? ഇവനെ പിടികളാ. ആ കത്തി കൊണ്ട് കൊണ്ടുവന്നേ. ഞാൻ പറ്റിയാളാവും. അയ്യോ, ഇയാളും അല്ല, അഞ്ചാമത്തെ അനിയനാ. ഏതാണ് അഞ്ചാമത്തെ അനിയൻ? അവൻ ഏത് കൊലകൊമ്പനായാലും ശരി, 24 മണിക്കൂറിനകം ഞാൻ അവനെ പൂട്ടും. എന്റെ ഈ നാക്കാണ് സത്യം. സത്യ കല്ലൂർക്കാരന്റെ അഞ്ചാമത്തെ അനിയൻ. ഇങ്ങനെ കൊണ്ടുപോകണം നിന്റെ ഒരു എണ്ണല്. കല്ലൂക്കറമാരായിട്ട് കളിക്കാനുള്ളത് മുലപ്പാല് വേണ്ട, കേവലം നിപ്പിൾ പാല് കുടിച്ചിട്ടുള്ളമാരാണ് ഏറി മാറാൻ. അരി മേടിക്കാൻ വന്നതാ. അരി മേടിക്കാൻ വന്നതാ. അരി മേടിക്കാൻ. ഇത് വെച്ചോ, സ്പെഷ്യൽ മേടിച്ചോ 2 കിലോ. എന്താ പേര്? കൊച്ചു കള്ളോ. ഹലോ, ആ തീയന്തോന്ന് ആടോ. ഹലോ, ഒന്നുകൂടെ വന്നേ. ഇങ്ങനെ ആടോ. ഇവിടെ പുതിയതാണല്ലേ? പഴയതാ, 10-28 വർഷത്തെ പഴക്കം കാണും. എന്താ പേര്? കല്ലൂർക്കാടന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? കല്ലൂർക്കാടന്മാരുടെ അഞ്ചാമത്തെ അനിയൻ. സത്യ നീയാണ് അഞ്ചാമത്തെ തെണ്ടി അല്ലേ? കല്ലൂക്കാരന്റെ അഞ്ചാമത്തെ അനിയാ? ഒന്ന് നിന്നേ. കല്ലൂക്കാരന്റെ സ്വന്തം അനിയനാണോ? എന്താ സംശയം? വെറുതെ ചോദിച്ചാ. എനിക്കൊരു സഹായം ചെയ്യൂ, ഒരു ചെറിയ സഹായം. എന്താ, ആരെങ്കിലും കൊല്ലാനാണോ? അതൊന്നല്ല. ഇതാ നോക്ക്, ആ ഇരിക്കുന്ന ആളെ കാണാം. ഏതാ വീപ്പ് കുറ്റിയോ? അതെ, അത് തന്നെ. അയാളെ നാവ് പിടിച്ചു വലിച്ച് മുഖം അടിച്ച് പൊളിക്കണം. ഒരു 1000 ഉറുപ്പിക ഞാൻ തരാം. ഒരു 2,000 രൂപ വരോ? 2000 ഇട്. എന്താ പറഞ്ഞു നോക്കണേ? ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യണം. ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു. ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെകിടത്തൊരു അടി തരാന്ന്. സാധിച്ചു തരണം. എന്ത് തരും? എന്തു വേണം? എന്ത് തരും? ഒരു 100 രൂപ. 500 രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം. ഒരടിക്ക് 500 രൂപയോ? ഒരടിക്ക് 500 രൂപ കുറഞ്ഞാൽ വാങ്ങിക്കാറില്ല. 100, 200, 300, 400, 500. പിടി. ഇതെന്ത് പാട്ട്? ഈ പാട്ടിന്ന് ഇവരാരും കേട്ടിട്ടില്ല. നാക്ക് പുറത്തേക്ക് പിടി. 100 രൂപ ടിപ്പ്. മൊട്ടടിച്ചോ? എന്റെ ഗഫൂറേ, ഇപ്പൊ ഒരു രസം ഉണ്ടായടാ. ഒരുത്തം വന്ന് എന്റെ കരണക്കുറ്റി കൊണ്ട് ഒരു അടി തന്നു. ഞാൻ 500 രൂപ വേണമെന്ന് പറഞ്ഞു. അവൻ 600 രൂപ തന്നിട്ട് പോയി പണ്ടൻ. ഇതാ പറയുന്നത്, ബുദ്ധി വേണം കാശുണ്ടാക്കാൻ. എന്നാ പിന്നെ മറ്റേ കരണക്കുറ്റിയും കാറ്റ് കൊടുത്ത് 500 രൂപ കൂടി വാങ്ങണ്ടേ? അതിനവൻ പോയില്ലേ?
എന്റെ പൊന്നാര വർക്കി, അതാണ് അഞ്ചാമത്തെ അനിയൻ സത്യ. ഏ? ആ, എടാ! ഏ? കൊല്ലും ഞാൻ അവനെ. എടാ! അടുക്കരുത്. ഏ? അടുക്കരുത്. കുത്തി മറിഞ്ഞ്. കത്തി താഴെയിടണം. കത്തി താഴെയിടണം. കത്തി താഴെയില്ല. നീ എന്തുവാടാ പട്ടി? ഓടി. ചേട്ടാ, അറിയാൻ പാടില്ലാതെ എനിക്കൊരു തെറ്റ് പറ്റിയത് എന്നോട് ക്ഷമിക്കണം ചേട്ടാ. ചേട്ടാ എന്താണ് അവിടെ പരിപാടി? എണീക്കടാ എണീക്കടാ. പോടാ. എന്താണ് നിനക്കൊന്നും പറഞ്ഞില്ല? പോടാ പോടാ പോടാ. എണീറ്റ് പോടാ. പറഞ്ഞെങ്കിൽ നിന്നൊക്കെ മാറ്റി വിടണം. എണീറ്റ് പോടാ. എണീറ്റ് നിക്ക്. അയ്യോ അയ്യോ, നിന്റെ അടുത്തേക്ക് ഞാൻ സെപ്പറേറ്റ് പറയണം. എണീറ്റ് പോടാ. പോടാ 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 പോടാ. ഇല്ലേ? ഏതവനടെ കല്ലൂർക്കാരനെ കണ്ടപ്പോ എണീക്കാൻ ഒരു മടി. എന്താണ് നിനക്ക് മൂലക്കുടിനെ സൂണ്ട? എനിക്കിഷ്ടായി. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. ഞാനൊരു അസിസ്റ്റന്റിനെ തപ്പിക്കൊണ്ട് കിടക്കാണ്. എന്താ പേര്? എന്തുട്ടാ നിന്റെ പേര്? തൃശ്ശൂക്കാരനാണ് കേടിയേ. കല്ലൂക്കാരന്മാരെന്ന് കേട്ടിട്ടുണ്ടാ? നപ്പ് സാധനങ്ങൾ ഇഷ്ട അസലിടിയാ. ഇല്ല, കേട്ടിട്ടില്ല. അയ്യേ, അപ്പൊ പോയില്ലേ? ഈ നാട്ടെന്നല്ലേ? കണ്ടപ്പോഴേ തോന്നി. കല്ലൂർക്കാടന്മാരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അത്ര ആൾക്കാരും യൂറിൻ പാസ് ചെയ്യും. കല്ലൂർക്കാരന്റെ ആരാ? കല്ലൂർക്കാടന്റെ ആരാന്നോ? കല്ലൂർക്കാടന്റെ അഞ്ചാമത്തെ അനിയൻ. പേര് സത്യ. അതൊക്കെ പിടുത്തറ. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ എന്നെ പേടിയാ. കല്ലൂർക്കാരന്റെ സ്വന്തം അനിയനാ? എന്താ സംശയം? സ്വന്തം അനിയനാ. ഒരു അച്ഛൻ പറ്റ 2 മക്കൾ. ഞാനും കല്ലൂർക്കാരനും തമ്മിൽ വെരി ക്ലോസ് ബ്രദേഴ്സാ. ചേട്ടനാരാ? എന്റെ പേര് ബാലൻ. വെറും ബാലന. ഇനീഷിലൊന്നും ഇടകടിയേ? ഇല്ല. ആ, എന്നാ കുടുംബപ്പേര് കാണാതിരിക്കില്ലല്ലോ. അതുമില്ലേ? ഉണ്ട്. കല്ലൂർക്കാട്. കല്ലൂർക്കാടൻ ബാലൻ. ഓഹോ. അയ്യോ ബാലേട്ടാ, അയ്യോ ബാലേട്ടാ, ഞാൻ ചമ്മി ബാലേട്ടാ. ബാലേട്ടാ എന്നെ ബാറി നാറ്റിക്കരുത്. ബാറി നാറിയ മഹാപോറ ബാലേട്ടാ. ബാലേട്ടനെ മേശ എടുത്തോണ്ടെങ്കിൽ മനസ്സിലായില്ല ബാലേട്ടാ. ഞാൻ എല്ലാം പറയാം. ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാം പറയാം. ബാലേട്ടാ വാ ബാലേട്ടാ. സാറേ സാറേ, കഥ എഴുതുമ്പോ ശല്യപ്പെടുത്തരുന്ന് പറഞ്ഞിട്ടാ തെണ്ടി. അയ്യോ അതല്ല. ഈ സീരിയലിലെ നായകൻ നീ തന്നെയാ. ഇങ്ങനെ കൂടെ കൂടെ ശല്യപ്പെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ രക്തക്കണ്ണീരിൽ എം ആർ രാധയെ പോലെ കുഷ്ഠരോഗിയാക്കി മാറ്റണം ഞാൻ. സാറേ പ്രൊഡ്യൂസറും നടന്മാർ. പ്രൊഡ്യൂസറും സംവിധായകരും എല്ലാരും വരണം. വന്നതിന് ശേഷം ഷൂട്ടിംഗ് തുടങ്ങൂ. സാർ അതല്ല സാർ. സോങ്ങിന്റെ കാര്യല്ലേ? അത് ഓൾറെഡി 3 പാട്ടായി കഴിഞ്ഞു. 2 പാട്ട് നിനക്കാ. സാറേ അതല്ലെന്ന്. നായികയുടെ കാര്യല്ലേ? അത് മിക്കവാറും മനീഷ കൊയ്രാലായിരിക്കും. സാർ പ്രൊഡ്യൂസർ നടന്മാരും വന്നെന്ന്. പ്രൊഡ്യൂസറും നടന്മാരും വന്നു. ഇപ്പൊ ഫസ്റ്റ് വള്ളത്തിൽ. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ പാൻസ് എവിടെ? അയ്യോ, ഇത് ബാഗാണോ? അല്ല ഷാർപ്പനങ്ങോട്ടാ. എടാ, കഥ എഴുതാൻ മൂഡ് വരണമെങ്കിൽ എന്റെ മറയക്കാരുള്ള സ്ഥലത്തേക്ക് പോകണം. ഐ ആം ഗോയിങ് ടു സുഡാൻ. എന്നെ വിടാൻ. അപ്പൊ എന്റെ ക്യാരക്ടർ. നിന്റെ ക്യാരക്ടർ എത്ര നാളായിട്ട് നിനക്ക് മനസ്സിലായില്ലടാ പട്ടി. സാർപ്പ് എങ്ങോട്ടും പോകുന്നില്ല. സാറിന് ഞാൻ വിടില്ല. നിക്കടെ കയ്യില. എന്നെ വിടറ. ലേഡീസ് വീക്ക്നെസ് ഉള്ള തെണ്ടി. എന്നെ വിടാന് പറഞ്ഞ ദുഷ്ട. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ കഥ ഒന്ന് അവസാനിക്കില്ലോ. ഞാൻ പരമേശ്വരക്കുറുപ്പ്, മാറാശ്ശേരിയിലെ മൂത്തളിയൻ. ഇവൻ ഇളയളിയൻ. ഈ കഥയിൽ ഞങ്ങളെ കുറിച്ച് വല്ല മോശം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുഴിച്ചു മൂടിക്കളാം ഞങ്ങള്. നീ കുറെ കൊല്ലത്തും. ബാലൊരു പൂശാണ്ടല്ലോ. തക്കാളിപ്പത്തെ ലോറി വേണ്ട ബാല. നീയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ അല്ലേ? എന്തുണ്ടോ ചവി? അതാളെന്നെ പ്രൊഡ്യൂസർ. നിങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നോ? കണ്ടോളാം കാണാവടാ. നടക്കടാ. ഇവൻ ഏതാണ്ട
അതെ ബാല, എനിക്ക് ഇയാളെ സംശയമുണ്ട്. ഇയാളായിരിക്കും ചിലപ്പോ അവളെ കൊല്ലാൻ ഏൽപ്പിച്ചേ. മാറാശ്ശേരിക്കാരുടെ കഥ എഴുതാൻ പോകുന്നത് ആരാടാ? ആരാണെന്നാ ചോദിച്ചത്? അയ്യോ ഞങ്ങളല്ല, ഇവനാണ് ഇവൻ. ഇയാൾ നീ കഥ ആണോ? എഴുതുകയാണ്. നിന്റെ ആണോ കഥ? ഞാൻ മാറാശ്ശേരിയിലെ രണ്ടാമത്തെ മരുമകൻ സുധാകരൻ. കഥയിൽ എന്നെ കുറിച്ച് മോശമായി എഴുതിയാൽ ബാലേട്ടാ, ഞാൻ വാതിലടക്കട്ടെ? വാളടക്കണ്ട ശവിയെ, ഇനി ആൾക്കാർ വരും പൂശാൻ. ഇരിയോടെ കൊറേ നേരം വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിട്ട് കേട്ടോ. ആ സോപ്പിങ് ഇതാ. എന്റെ ഈശ്വര, എന്തേ കാണണേ? പുളി മത്സരം. ഇത് പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവാ. അത് കണ്ടുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. സാരല്ലേ ചേച്ചി, കഥാകൃത്തല്ലേ. കഥാകൃത്ത് മാത്രല്ല, നടനുവാ, സ്വഭാവ നടൻ. സത്യം പറയാലോ, നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ കൊട്ടാരത്തിനകത്ത് വെച്ച് ഒന്ന് മിണ്ടാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും എത്തില്ല ദിനോസർമാര്, ലഭ്യന്മാര്. അയ്യോ തിരക്കില്ല, എനിക്ക് യാതൊരു തിരക്കില്ല. സാവകാശം കുളിച്ചോളൂ. കുളി കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടാം. ടൈം എടുത്ത് കുളിച്ചോളൂ. ഐ എം വെയിറ്റിംഗ് ദേർ. എന്റെ ഈശ്വര, അടുത്ത ജന്മത്തിൽ ഈ കുളത്തിൽ എനിക്കൊരു മീനായിട്ട് ജന്മം തരണേ. എവിടെ ഇരുന്നാലും ആർക്കും സംശയം ഉണ്ടാവില്ല. എനി ഹെൽപ്പ്? എന്താടോ? സ്ത്രീകൾ കുളിക്കുന്നിടത്ത് തനിക്ക് എന്താ കാര്യം? അതിനെ ഞാനും ചോദിക്കുന്നത്. സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് തനിക്ക് എന്താ കാര്യം? തന്നെ പോലുള്ള കൃമികീടങ്ങൾ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നുണ്ടോ നോക്കാൻ വന്നതാ. എന്നിട്ട് കണ്ട കണ്ടു.